നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുളിയിഞ്ചിയുടെ പുതിയൊരു സ്പെഷ്യൽ വിഭവത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്ന സപ്പോർട്ടുണ്ടല്ലോ, അതിനെല്ലാവർക്കും നന്ദിയുണ്ട്. കാര്യം നമ്മളൊരു ബിഗിനറാണെങ്കിലും നിങ്ങളത് ആ ഒരു ബിഗിനറിൻ്റെ ഒരുപാട് പോരായ്മയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് പുറത്ത് പോയപ്പോൾ കുറച്ച് കക്ക കിട്ടിയായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് കക്കക്ക് ടേസ്റ്റ് കൂടും. അതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ കക്ക നമ്മൾ ശരിയാക്കാനായിട്ട് സാധാരണ മൺചട്ടി പറ്റില്ല, പകരം നമുക്കൊരു ചീനച്ചട്ടിയാണ് വേണ്ടത്. ആ ചീനച്ചട്ടി നമ്മളെടുത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് എണ്ണയെല്ലാം ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുക. അതിൻ്റെ പുറകെ പച്ചമുളകും വേപ്പിലും ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് അധികം സവാള വേണേ, സവാള നമ്മളിടും. അതിൻ്റെ പുറകെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ആ സവാള ഒന്ന് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന ആ ഒരു പാകം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി മുന്നിൽ നിൽക്കണം. എന്നാലാണ് കക്കക്ക ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ മഴ തുടങ്ങുമ്പോഴേ കക്ക മൊത്തം സോഫ്റ്റ് ആവും, കൂടാതെ അതിലുള്ള അഴുക്കുകളുടെ ആ ഒരു ഇത് കുറയും. അങ്ങനെ കക്കക്ക് ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളതിൻ്റെ മേപ്പോട്ട് കക്ക ഇടുക. കക്ക ഇട്ടതിന് ശേഷം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. കക്ക ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കരുത്. എന്നാ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കക്കയിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ആ വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കാരണം വെള്ളം ഒഴിക്കാതെ തന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം നന്നായിട്ടൊന്ന് അടി കൂട്ടിയിട്ട് മിക്സ് ചെയ്യണം. കാര്യം ചീനച്ചട്ടി ആകുമ്പം അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അതൊരു കറുപ്പ് കളറിലേക്ക് വരും. ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്ന് കഴിയുമ്പം കക്ക സാധാരണ താഴെ നിന്ന് പൊട്ടിത്തുടങ്ങും. അങ്ങനെ ഇതെല്ലാം റെഡിയായി ഇത് പൊട്ടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ പാകം വരുന്നത്. ആ പാകം കഴിയുമ്പോൾ നമ്മൾ നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. നമ്മുടെ കക്ക വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.